സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി MSCക്ക് കൈമാറാൻ അദാനി പോർട്സിനാകില്ല. 250 കിലോമീറ്റർ പരിധിയിൽ തുറമുഖം നടത്തുന്ന ഒരു കമ്പനിക്ക് 25% ഓഹരി നൽകാനാകില്ലെന്നാണ് കരാർ വ്യവസ്ഥ. MSCക്ക് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖത്തെ ടെർമിനൽ നടത്തിപ്പ് അത് അവരുടെ കൈവശമാണ്. എംപവേർഡ് കമ്മിറ്റി ഈ വ്യവസ്ഥയും പരിശോധിക്കുന്നുണ്ട്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച കൃത്യമായ വകുപ്പുകൾ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. ആ അതോറിറ്റിയുടെ അനുവാദമില്ലാതെ അവിടെ 25% ഒരു ട്രാൻസ്ഫറും, അതായത് അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. വിഴിഞ്ഞം തുറമുഖത്തെ അദാനി പോർട്സിന്റെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വിൽക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ പരിശോധിക്കുകയാണ്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിക്ക് മുൻപാകെ വിഴിഞ്ഞം തുറമുഖ കരാറിലെ സുപ്രധാനമായ ഒരു വ്യവസ്ഥ കൂടി വരികയാണ്. തുറമുഖ കരാറിലെ 5-ാം അധ്യായത്തിലെ 9-ാം വകുപ്പിൽ പറയുന്നത് തുറമുഖത്തിന്റെ മത്സര സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടി പാലിക്കേണ്ട ബാധ്യതകളെ കുറിച്ചാണ്. അതാണ് MSC കമ്പനിക്ക് ഓഹരി കൈമാറുന്നതിന് അദാനിക്ക് തടസ്സമാകാൻ പോകുന്നതും. ഈ കരാർ വ്യവസ്ഥയിലെ സാരാംശം ഇതാണ്: വിഴിഞ്ഞം തുറമുഖം നടത്തുന്ന ഒരു കമ്പനി 250 കിലോമീറ്റർ പരിധിക്കുള്ളിൽ മറ്റൊരു തുറമുഖത്ത് 25% കൂടുതൽ ഓഹരി വാങ്ങാൻ പാടില്ല. ഇവിടെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് 250 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് തൂത്തുക്കുടി തുറമുഖം. തൂത്തുക്കുടി തുറമുഖത്തിലെ ദക്ഷിൺ ഭാരത് ഗേറ്റ്വേ ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് MSC കമ്പനിയുടെ TIL ആണ്. അതായത് തൂത്തുക്കുടി തുറമുഖത്തെ ടെർമിനൽ ഓപ്പറേഷൻ നടത്തുന്ന MSC കമ്പനിയുടെ TILന് വിഴിഞ്ഞം തുറമുഖത്തെ 25% കൂടുതൽ ഓഹരി വാങ്ങാൻ സാധിക്കില്ല. കരാർ വ്യവസ്ഥയുടെ ലംഘനമാകും ഇത്. കാരണം വിഴിഞ്ഞം തുറമുഖവും 250 കിലോമീറ്റർ പരിധിക്കുള്ളിലുള്ള തൂത്തുക്കുടി തുറമുഖവും ഒരു കമ്പനി തന്നെ നടത്തുന്ന സ്ഥിതി ഉണ്ടാകും. അത് തുറമുഖത്തിന്റെ മത്സര സ്വഭാവത്തെ ബാധിക്കും. സംസ്ഥാന സർക്കാർ ഈ വ്യവസ്ഥയിൽ മുറുകെ പിടിച്ചാൽ അദാനി പോർട്സിന് 49% ഓഹരി MSC കമ്പനിക്ക് നൽകാൻ സാധിക്കില്ല. 25% താഴെ ഓഹരി മാത്രമേ കരാർ വ്യവസ്ഥ പ്രകാരം നൽകാൻ സാധിക്കൂ. ഇനി ഇതിൽ നിന്നെല്ലാം തന്നെ അദാനി പോർട്സിനും MSC കമ്പനിക്കും ഒരു ഒഴിവ് ലഭിക്കും. അതിലും ഈ കരാറിൽ തന്നെ വ്യവസ്ഥയുണ്ട്. അതായത് ഈ കരാർ നൽകുന്ന സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ഇളവ് നൽകാൻ സാധിക്കുമെന്നും വ്യവസ്ഥയിൽ പറയുന്നു. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.